എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വിറക് വെട്ടാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഇതേ വാക്കത്തെയൊക്കെ പിടിച്ച് വിറക് വെട്ടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം ഇച്ചിരി താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നേരെ വിറക് വെട്ടുന്ന സ്ഥലത്തേക്ക് പോകാം. പറമ്പിൽ കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ഇതേ വിടേലിയ കാടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞ പൂവുള്ള ഈ ചെടി നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇതുണ്ടല്ലേ, മഞ്ഞപ്പൂവുള്ള ചെടി. ഇതിൻ്റെ പേരാണ് വിടേലിയ എന്നാണ് ഇതിൻ്റെ പേര്. ഗൈസ് കണ്ടില്ലേ, അടിപൊളി പൂവാണ്. അപ്പോൾ ഓണമൊക്കെ ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ പറമ്പിൽ മൊത്തമായിട്ട്. ഗൈസ്, ഈ ചെടി ഇങ്ങനെ പരവതാനി പോലെ മുഴുവൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞി കഷ്ണം കിടന്നാൽ മതി, അപ്പോഴേ ഈ ഫുള്ള് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിത് വിറകുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വിറക് വെട്ടുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഞ്ചി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മമ്മ ഇതേ വിറക് വെട്ടിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ഒരു കവുങ്ങ്, നമ്മുടെ ഒരു ഉണങ്ങിയ കവുങ്ങ് വീണ് നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മമ്മേനെ വിളിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ ഗായ്സ്, മമ്മ ദേ കവുങ്ങ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ കണ്ടല്ലോ, തന്നെ ചെയ്യില്ലേ? കണ്ടില്ലേ ഗായ്സ്, ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് വിറക് 1 by 1 ആയിട്ട് നമുക്ക് എടുക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ മമ്മേൻ്റെ അടുത്തേക്ക് നടക്കാം കേട്ടോ. മമ്മ ഇതൊരു കുഴീൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴിയിലേക്ക് നടന്നു പോവാം. അല്ലേ ഗായ്സ്, ഈ മുള്ളു ഭയങ്കര സീനാണ്. നമ്മൾ അമ്മേൻ്റെ അടുത്ത് എത്തിക്കാനുള്ളവേ ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് വിറക് എടുത്തതാണ് ഗായ്സ്. അപ്പോൾ നമ്മളിത് നമുക്ക് ഈ കവുങ്ങാണ് നമുക്ക് വെട്ടിയെടുത്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ നമ്മുടെ പുഞ്ചിരി നമ്മുടെ കൂടെ കവുങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കവുങ്ങ് കഷ്ണം ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെറുക്കി റെഡിയാക്കി വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം ഗായ്സ്. കമോൺ. അതിലെ ഗായ്സ് നനഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പം നമുക്കിതാ ഒരു പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിത് കൂട്ടി വെക്കണം, എന്നിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകണം ഗായ്സ്. അപ്പോൾ ഞാൻ ഓരോ പീസുകൾ എടുക്കട്ടെ കേട്ടോ. നമുക്കിത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടാം. യെസ്, നമുക്കിനി അടുത്ത പീസ് നമുക്ക് എടുക്കാം. മുടി പോലെ എടുത്ത് ഇതിൻ്റെ ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, കൗണ്ടിൻ്റെ ആറ് നമ്മുടെ കൈ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ നമുക്കിതാ ഇതെടുത്ത് നമുക്ക് ഈ സൈഡിലേക്ക് ഇടാം. അമ്മേ, ഞാൻ എൻ്റെ കൂടെ പോയി. നമുക്ക് ബാക്കിയുള്ളത് ഇനി വെട്ടിയെടുക്കാൻ കഴിയും. ഭയങ്കര ശക്തി ചെയ്തുകൊണ്ട് ഇതല്ലേ ഗായ്സ് നമ്മുടെ കവുങ്ങിൻ്റെ മുടിയാണ്. അപ്പോൾ ഞാൻ ആ മുടി വെച്ച് നോക്കിയിരുന്നു ഗായ്സ്. നിൽക്കണം. ശരിക്കും മുടി പോലെ ഉണ്ടല്ലേ ഗായ്സ്. ഓക്കെ, നമുക്കിനി എടുത്തിട്ട് വെക്കുന്ന അടിക്ക് വെക്കാം കേട്ടോ. കുമ്പിട്ടസ്വാമി ഗായ്സ്. അപ്പോൾ നമ്മളിതാ ഇത്രയും വിറകുകൾ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ നമ്മൾ എടുത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതാ ഈ ബാക്കിയുള്ള ഈ പീസുകളും കൂടി നമുക്കിനി മുറിച്ച് കഷ്ണങ്ങളാക്കി എന്ത് ചെയ്യാം, വീട്ടിലേക്ക് നമുക്ക് ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ ഇതേ വെയിൽ നൈസായിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി എടുത്തിടാം ഗായ്സ്. അപ്പോൾ നമ്മളിതേ വാക്കത്ത് യൂസ് ചെയ്തിനി വെട്ടാൻ പോവാണ് കേട്ടോ. അയ്യോ, വെട്ടാൻ പോവാന്ന് പറഞ്ഞാൽ എൻ്റെ ഇതൊന്ന് വെടിയിപ്പിച്ച്, അയ്യോ മുള്ളു കുത്തി, നിറച്ച് മുള്ളാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ഇത് വെടിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഗായ്സ്. ഓക്കെ, ഇത് വലിച്ചു നോക്കാം ഗായ്സ്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്ന പരിപാടിയിലാണ് നമ്മൾ അടുത്തത്. അപ്പം അമ്മയാണ് ഇവിടെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ഇതെല്ലാം വെട്ടിടാൻ പറഞ്ഞിട്ടാണ്. അപ്പം അമ്മയ്ക്ക് നമുക്ക് ഈ കാണുന്നതൊക്കെ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലേ അമ്മ? ഗായ്സ്, ആണ് ഞാൻ വിറക് കൊടുത്ത് മമ്മേനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നമുക്ക് നമ്മുടെ അടുത്ത വാവാരിക്കാണ് നമ്മൾ വിറക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൊടുക്കാം. ഉണങ്ങിയത് കൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് വാവാരിക്കിൻ്റെ കയ്യിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൊടുക്കാം. അപ്പം കാണുന്നതായ നല്ല സ്റ്റാമിനയൊക്കെ ഉണ്ട് വാവാരിക്കും. അപ്പം നമുക്ക് വാരിക്ക് എടുത്ത് കൊടുക്കാം. എടുക്കണം, അങ്ങനെ വാവാരിക്കാണ്ട് ഒരു കുഞ്ഞ് വിറക് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പം വളരെ നീളം കുറവായതുകൊണ്ട് തന്നെ വേഗം കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്കിനി അടുത്ത പണിയുണ്ട് ഗായ്സ്, അതുകൂടി നമുക്ക് ചെയ്യാം. നമ്മുടെ പുഞ്ചിരിക്ക് വിറക് എടുത്ത് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു ഗായ്സ്. ആയിട്ടാണ് കുഞ്ഞു പുഞ്ചി. അയ്യോ,
വലിയ ഇത് കണ്ടില്ലേ, നോക്കുക ഗൈസ്, നിങ്ങൾ ഈ മുള്ളു കണ്ടില്ല, ഇത് ഫുള്ള് മുള്ളാണ്. അമ്മ ഇതാ വന്നിട്ടുണ്ട്. അപ്പം അമ്മയാണ് ഇനി ബാക്കി വിറക് വെട്ടാൻ വേണ്ടി പോകുന്നത്. അമ്മ എടുത്തെടുത്ത് ഇടുന്നുണ്ട്. നമുക്ക് ഇനി അടുക്കേണ്ട പരിപാടിയുണ്ട്. ഇനി മെത്തൊക്കെ എടുത്തുകൊണ്ട് ആണോ ഗൈസ്, ഇത് അടുത്തത് നമുക്ക് റെഡി ചെല്ലാം. ഭയങ്കര പണിയാണ് ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അയ്യോ ഓക്കെ, ഇത് അവിടെ കിട്ടിയിട്ടുണ്ട്. അതാ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഞാൻ നമ്മളെ കടന്ന് ചിലരൊക്കെ ടെൻഷൻ അടിക്കുന്നത്. ഉണക്ക സിമ്പിൾ അല്ല എന്നാണ് അമ്മ പറയുന്നത് ഗായ്സ്. ഗായ്സ്, ഈ കൗങ്ങിന്റെ അടിക്കത്തെ പോർഷനിലേക്ക് വന്നപ്പോൾ ഇച്ചിരി ടഫാണ് നമുക്ക് വെട്ടിക്കിടാനായിട്ട്. നമ്മളിതാ വിറക് വെട്ടി വെട്ടി ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് കണ്ടില്ലേ, വിചാരിച്ച പോലെയല്ല ഗായ്സ്, ഭയങ്കര ടഫാണ് ഈ കൗങ്ങിന്റെ അടിഭാഗത്ത് എത്തിയപ്പോഴേക്കും. കാരണം അവിടെ ഇച്ചിരി സ്ട്രോങ് കൂടുതലായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതും കൂടെ നമുക്കിനി ചെയ്യാനുണ്ട് ഗായ്സ്. കിട്ടി. ഇത് അടുത്ത പീസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ പീസുകളൊക്കെ ഇങ്ങോട്ട് ഇടാം. ഇനി ലാസ്റ്റ് ചെയ്ത ഈ ഒരു പീസും കൂടി ഉള്ളൂ. അത് പിന്നെ സിമ്പിളാണ് ഗൈസ് എന്ന് തോന്നുന്നു. നമ്മുടെ വാവാറ്റ് ഇതേ പുഞ്ചിരിനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പിന്നെ ആരെങ്കിലും മേല് കണ്ട അത് ചാടി കയറി ഇരിക്കാൻ ഗൈസ്. നമുക്കിത് ബാക്കിയും കൂടെ നമുക്ക് എടുക്കാം. അങ്ങനെ ഇതാ ഇത് നമ്മൾ കൊത്തിക്കയറി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനോട്ട് ഇടാം. അങ്ങനെ മമ്മ ഇതാ വിറകും എടുത്ത് വീട്ടിലേക്ക് സ്ഥലം വിടുകയാണ്. ബാക്കി നമ്മളോട് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ എടുത്തോളാൻ പറ്റുമോ? അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് 3 പേർക്കാണ് ബാക്കിയുള്ളത് എടുക്കാനുള്ളത്. നമുക്ക് വേഗം എടുക്കാം ഗായ്സ്. ഗായ്സ്, നമ്മൾ വിറക് അടുക്കിക്കൊണ്ടിരിക്കും. മതി മതിയോ? ഇല്ല ഗായ്സ്, അപ്പോൾ നമ്മൾ പൈങ്കിളിക്ക് എടുത്ത് വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചിന് ഇതൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണെന്നാണ് കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം തലയിലേക്കും കൂടെ വെച്ച് കൊടുക്കാം. അയ്യോ, ഇത് ഭയങ്കര വെയിറ്റാണ്. ഓക്കെ, അങ്ങനെ കൊച്ചിതെടുത്തിട്ടുണ്ട്. വേഗോ അങ്ങനെ കൊച്ചിതാ വിറകും കൊണ്ട് വീട്ടിലേക്ക് പോയി ഗായ്സ്. പുഞ്ചിരി വാവാറ്റേൻ്റെ തോളിലിരുന്ന് അവൻ ഉറങ്ങുകയാണ് കേട്ടോ ഗായ്സ്. ഓ, ഇവനെ കൊണ്ട് ഞാൻ മടുത്ത്. അപ്പം നമുക്കുള്ള വിറക് ഇത് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാനാണ് ഇനി കൊണ്ടുപോകാൻ പോകുന്നത്. ഗായ്സ്, നമുക്കിതാ ഈ വിറക് ഇങ്ങോട്ട് എടുത്തേക്കാം. ഓ, വലിയ വെയിറ്റ് ഒന്നും ഇല്ല, എന്നാലും വെയിറ്റ് ഉണ്ട് ഗായ്സ്. നമുക്കെന്നാ ഇതെടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് നടക്കാം അല്ലേ? ഓക്കെ, ഐലസാ ഗായ്സ്. അപ്പൊ നമ്മുടെ വാവാറ്റി ചെയ്ത് നമ്മുടെ പുഞ്ചിരിനെ വെച്ച് ഷോ ഇടുകയാണ് കേട്ടോ. അപ്പൊ അവരാണ് ബാക്കിൽ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫ്രണ്ടില് വിറകും കൊണ്ട് നടന്നോണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വിറക് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ഗായ്സ്.